അതായത് ഇരുട്ടിൽ നിർത്തി ഇന്ത്യയെ ഒരു കരാർ അടിച്ചേൽപ്പിച്ചു എന്ന രീതിയിലാണ് പ്രതിപക്ഷം ഈ സഭയിൽ കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. അപ്പോൾ ഇതൊരു ചരിത്രപരമായിട്ടൊരു ടേണിംഗ് പോയിന്റാണ് എന്ന് കേന്ദ്ര സർക്കാരും പ്രധാനമന്ത്രി ഉൾപ്പെടെ പറയുമ്പോൾ പ്രതിപക്ഷത്തിൻ്റെ ഇത്തരം ആരോപണങ്ങൾക്ക് അടിസ്ഥാനമുണ്ടോ? പ്രതീക്ഷ, ഇന്ത്യ എന്ന മഹാരാജ്യത്തിൻ്റെ നയതന്ത്ര ചരിത്രത്തിലെ ഏറ്റവും വലിയ നാണക്കേടാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അമേരിക്കയുമായിട്ടൊരു വ്യാപാര കരാർ ഒപ്പിട്ടു എന്നുള്ളതല്ല വിഷയം. നോക്കൂ, അമേരിക്കയുമായിട്ടുള്ള ഈ വ്യാപാര കരാർ ഒപ്പിട്ടു എന്ന് നമ്മൾ അറിഞ്ഞത് എങ്ങനെയാണ്? അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ട്രൂത്ത് സോഷ്യൽ എന്ന അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ മാധ്യമത്തിൽ എഴുതുകയാണ്, ഇന്ത്യ റഷ്യയുമായി ഉണ്ടായിരുന്ന എണ്ണക്കരാർ റദ്ദാക്കുന്നു, റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങില്ല എന്ന് ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നു. ഇന്ത്യയുടെ ചരിത്രപരവും തന്ത്രപ്രധാനവുമായ പങ്കാളിയായിരുന്ന റഷ്യയിൽ നിന്ന് ഇന്ത്യ ഇനിമേൽ എണ്ണ വാങ്ങുന്നില്ല എന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി അല്ല അമേരിക്കൻ പ്രസിഡന്റ് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയയിൽ പ്രഖ്യാപിക്കുകയാണ്. തുടർന്ന് അദ്ദേഹം ഈ വ്യാപാര കരാറിൻ്റെ വിശദാംശങ്ങൾ പറയുകയാണ്. ഞങ്ങൾ 18% ചുങ്കം കുറയ്ക്കുന്നുണ്ട്. ഇന്ത്യ അമേരിക്കയിൽ നിന്ന് കൂടുതൽ വാങ്ങുകയും നികുതി പരമാവധി കുറച്ചുള്ള അല്ലെങ്കിൽ നികുതി രഹിതമായ ഇറക്കുമതി ഉറപ്പുവരുത്തുകയും ചെയ്യും എന്നുകൂടി അദ്ദേഹം പ്രഖ്യാപിക്കുമ്പോൾ ഈ രാജ്യത്തെ ജനങ്ങൾ അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞിട്ടാണോ അറിയേണ്ടത് ഇത്? അതിനുശേഷം കുറച്ച് സമയത്തിന് ശേഷം നരേന്ദ്രമോദി എക്സിൽ വന്നിട്ട് പട്ടേലരുടെ സെന്റിന് എന്ത് മണം എന്ന മട്ടിൽ എന്ന രീതിയിലുള്ള ഒരു കുറിപ്പ് ഇടുന്നു. ഈ വ്യാപാര കരാറിനെ കുറിച്ച് അദ്ദേഹം മിണ്ടുന്നില്ല. ഈ രാജ്യത്തെ പാർലമെന്റ് സമ്മേളിക്കുമ്പോൾ ഈ രാജ്യത്തെ പാർലമെന്റേറിയന്മാരെ നോക്കുകുത്തിയാക്കി ഈ രാജ്യത്തെ ഇരുട്ടിൽ നിർത്തി അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യയുടെ നയം പ്രഖ്യാപിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ന്യായം ഒന്ന് നോക്കൂ. ഇന്ത്യ അമേരിക്കയിൽ നിന്ന് വെനസ്വേലൻ ഓയിലാണ് വാങ്ങുന്നത് എന്ന്. നോക്കൂ, എന്തുകൊണ്ടാണ് റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങരുത് എന്ന് അമേരിക്ക, ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്നത്? യുക്രൈൻ യുദ്ധം ഫണ്ട് ചെയ്യുന്നത് ഈ എണ്ണപ്പണത്തിൽ നിന്നാണ്. റഷ്യക്ക് കൊടുക്കുന്ന പണം, എണ്ണ വാങ്ങുമ്പോൾ റഷ്യക്ക് കൊടുക്കുന്ന പണം അത് യുക്രൈനിലെ യുദ്ധത്തെ സപ്പോർട്ട് ചെയ്യുന്ന വിധത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്ക ഇപ്പോൾ പറയുന്നത് എന്താ? വെനസ്വേല എന്ന് പറയുന്ന രാഷ്ട്രം ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോൾ അവിടുത്തെ പ്രസിഡന്റ് നിക്കോളാസ് മദൂറോയെ പിടിച്ചുകൊണ്ടുപോയി അവിടെ റെജീം ചേഞ്ച് നടത്തിയ, ലോക ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഭയാനകമായ ഒരു കൂ നടത്തിയ അമേരിക്കൻ പ്രസിഡന്റ് പറയാണ് ഈ യുദ്ധം നിർത്താൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ യുദ്ധത്തിന് ഫണ്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തേണ്ടത് എന്ന്. ഇത്രയും മോശമായ നിലയിൽ ഇന്ത്യ പോലൊരു രാഷ്ട്രത്തിൻ്റെ നയതന്ത്രം അതല്ലെങ്കിൽ വിദേശകാര്യ രംഗം ചെന്ന് നിൽക്കുന്നത് അത്ഭുതകരമാണ്. അതുകൊണ്ടാണല്ലോ ഇതിനെ കീഴടങ്ങുന്നത്. ഒരു കാര്യം ചോദിച്ചു അഭിലാഷ്, അതായത് ഉഡായിപ്പിന്റെ ഉസ്താദാണ് ഈ ട്രംപ് എന്നുള്ള കാര്യം നേരത്തെ തന്നെ ഇന്ത്യക്ക് അടക്കം ബോധ്യമുള്ളതാണ്. ഞാൻ പറഞ്ഞത് കാര്യം വെച്ചാൽ ഈ പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധത്തിൽ അക്കാര്യത്തിൽ എന്താണ് അവകാശവാദം ഉന്നയിച്ച ട്രംപിനെ കണ്ടു. അപ്പോൾ തരാതരം കളിക്കുന്ന സ്വഭാവമുള്ള ഒരു ട്രംപിൽ ഒരു ബൈലാറ്ററൽ ഡിസ്കഷൻ ഒരു പൂർത്തീകരിക്കപ്പെടുമ്പോൾ അതിൻ്റെ ചിട്ടവട്ടങ്ങളുണ്ട്, അതിൻ്റെ തന്ത്രപരമായിട്ടുള്ള ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ഒക്കെ ഉണ്ടാകേണ്ടതാണ്. അതൊന്നുമില്ലാതെ ഒരു വ്യക്തിയുടെ കയ്യിലേക്ക് ഇന്ത്യയടക്കം ബലി കൊടുക്കുന്ന രീതിയിലേക്കാണ് ഈ സാഹചര്യങ്ങൾ പോയതെങ്കിൽ ഒരു കരുതൽ എന്തുകൊണ്ട് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും നയതന്ത്ര തലത്തിൽ ഉണ്ടായില്ല എന്നുള്ളതാണ്. കാരണം അവിടെ താരിഫ്, അമേരിക്കയുടെ ഉൽപ്പന്നങ്ങൾക്കുള്ള താരിഫ് 0 എന്ന് പറയുകയാണ്. അതും ഒരു എക്സിലൂടെ അനൗൺസ്മെന്റ് നടത്തുകയാണ്. അപ്പോൾ ഇന്ത്യ എല്ലാ അർത്ഥത്തിലും വരിഞ്ഞു മുറുക്കി കൊണ്ടുള്ള ഒരു നയം അത് സ്വീകരിക്കുമ്പോൾ അതിൽ സ്വാഭാവികമായും പാർലമെന്റിനെ ബൈപ്പാസ് ചെയ്യുന്ന സംഭവങ്ങൾ പുതിയ കാര്യമല്ല. അഭിലാഷനും അറിയാം പാർലമെന്റിനെ. പക്ഷേ ഇന്ത്യയടക്കം, നമ്മുടെ അടക്കം അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുന്ന തരത്തിലേക്ക് ഒരു കാര്യം പോകുമ്പോൾ അതിൽ മറുപടി പറയേണ്ട ബാധ്യത പാർലമെന്റിലില്ലേ? അപ്പോൾ ഈ പറയുന്ന പ്രതിപക്ഷത്തിന്റെ സ്വരങ്ങളെ അങ്ങ് ഇല്ലാതാക്കിയത് കേൾക്കാതെ പോകാമെന്ന് കരുതുന്നത് എന്ത് കീഴ്വഴക്കമാണ് അഭിലാഷ്? കഴിഞ്ഞ മെയ് മാസത്തിൽ നമുക്ക് പ്രതീക്ഷ ഇതേമാതിരിയാണ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വെടിനിർത്തലിൽ എത്തിയിരിക്കുന്നു എന്ന് ആരാണ് അനൗൺസ് ചെയ്തത്? ഡൊണാൾഡ് ട്രംപ് ആണ്. ഇതേ ട്രൂത്ത് സോഷ്യൽ വഴി ഡൊണാൾഡ് ട്രംപ് അനൗൺസ് ചെയ്തിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇന്ത്യ ഇക്കാര്യം സ്ഥിരീകരിക്കുന്നത്. നോക്കൂ, 20 മണിക്കൂർ ഡൊണാൾഡ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിനെ കുറിച്ച് പറഞ്ഞ് 20 മണിക്കൂറിന് ശേഷമാണ് കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ ഒരു വാർത്താ സമ്മേളനം നടത്തിയത്. ആ വാർത്താ സമ്മേളനത്തിൽ ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റില്ലായിരുന്നു. മാധ്യമപ്രവർത്തകരുടെ ഒരു ചോദ്യം നേരിടാൻ പോലും കഴിയാതെ ഒരു ഇന്ത്യൻ മന്ത്രി ഇന്നലെ ആ വാർത്താ സമ്മേളനം അവസാനിപ്പിച്ച് പോകുന്നത് കണ്ടു. അപ്പോൾ സറണ്ടർ മോഡി എന്നാണ് പ്രതിപക്ഷം പ്രധാനമന്ത്രിയെ കളിയാക്കുന്നത്, വിമർശിക്കുന്നത്. ഇതുപോലൊരു സറണ്ടർ, ഇതുപോലൊരു കീഴടങ്ങൽ ഇന്ത്യ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ്. ഇന്ത്യ എന്ന് പറയുന്നത് അമേരിക്കയുടെ ഒരു സാമന്ത രാഷ്ട്രമായി മാറുന്ന, ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമായ ഇന്ത്യ അമേരിക്ക പോലൊരു രാഷ്ട്രത്തിന്റെ സാമന്ത രാഷ്ട്രമായി മാറുന്ന വിധത്തിൽ അങ്ങേയറ്റം കീഴടങ്ങൽ സമീപനത്തിലേക്ക് കരാർ പോകുന്നു. ഇപ്പോൾ യൂറോപ്യൻ യൂണിയനുമായി ഇന്ത്യ ഒരു വ്യാപാര കരാറിൽ കഴിഞ്ഞ ആഴ്ച ഒപ്പിട്ടല്ലോ. നോക്കൂ, എത്ര ഗ്രേസ്ഫുൾ ആയിട്ടാണ് ആ കരാർ പുറത്തേക്ക് വന്നത്. ഞാൻ പറയുന്ന ആ കരാറിന്റെ ഗുണഫലങ്ങളും ദോഷഫലങ്ങളും എന്ത്? ഇപ്പോൾ ഇന്ത്യ അമേരിക്ക കരാറിന്റെ ഗുണഫലങ്ങളും ദോഷഫലങ്ങളും നമുക്ക് ചർച്ച ചെയ്യാം. പക്ഷേ അതിനൊരു രീതി, ഒരു ഓൾട്ടർനേറ്റീവ് നമുക്ക് സാധ്യമായിരുന്നു എന്ന് നമുക്ക് ലോകരാഷ്ട്രങ്ങളെയും, കാരണം ഒരു ഓൾട്ടർനേറ്റീവ് പലപ്പോഴും നമുക്കറിയാം ഡോളറുമായിട്ടുള്ള ലോകത്തെ വിനിമയങ്ങൾ, അത് പകരം ഒരു ഓൾട്ടർനേറ്റീവ് സംവിധാനത്തിലേക്ക് പോകുന്ന ഒരു സുപ്രഭാതത്തിൽ എളുപ്പമല്ല. പക്ഷേ നമുക്കിങ്ങനെയുള്ള വഴികൾ തുറക്കാൻ കഴിയും. EU ആയിട്ടും അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളുമായിട്ടൊക്കെയുള്ള ഒരു ടൈപ്പ് അത് നമ്മൾ തെളിയിച്ചു.
എന്നിട്ട് കൂടി ഒരു സുപ്രഭാതത്തിൽ ഇങ്ങനെ ഒരു കീഴടങ്ങലിന് എന്ത് അർത്ഥതലത്തിൽ നമ്മൾ അതിനെ കാണേണ്ടി ലോകത്തെ വരും? ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാജ്യമാണ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ ലോകത്തെ ഏറ്റവും വലിയ വിപണിയുമാണ് ഇന്ത്യ. അമേരിക്ക എന്ന് പറയുന്ന രാഷ്ട്രത്തിന് ഇന്ത്യ എന്ന വിപണിയെ 100% ഒഴിവാക്കിയൊന്നും നിലനിൽക്കുക പോലും സാധ്യമല്ല. അപ്പോൾ നോക്കൂ, ഇപ്പോൾ കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി ഇന്ത്യ ഏത് താരിഫിലാണ്? 0 താരിഫിലാണോ ഈ ഇറക്കുമതി അനുവദിക്കാൻ പോകുന്നത്? അപ്പോൾ അമേരിക്കയിൽ നിന്ന് സോയാബീൻ, ആപ്പിൾ, വാൾനട്ട്, ആൽമണ്ട് ഒക്കെ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യേണ്ടി വരും സ്വാഭാവികമായിട്ട്. അപ്പോൾ അമേരിക്കയിൽ ഇപ്പോൾ ട്രംപിനെ സംബന്ധിച്ച് ട്രംപ് ആ കാർഷിക ഗ്രൂപ്പിന് പുള്ളിയുടെ ഒരു വോട്ട് ബാങ്ക് കൂടിയാണിത്. അപ്പോൾ ഇമ്പാക്ട് ഉണ്ടാകില്ല എന്ന് കേന്ദ്ര സർക്കാർ പക്ഷേ വിശ്വാസത്തിലെടുത്തുകൊണ്ട് അങ്ങനെ സംഭവിക്കില്ല എന്ന് കണിശമായി പറയുന്നത് എന്തുകൊണ്ടാണ്? അമേരിക്കൻ കാർഷിക ഉൽപ്പന്നങ്ങൾ അടക്കം കാർഷിക ഉൽപ്പന്നങ്ങൾ മുതൽ കൽക്കരി വരെ ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ എഴുതിയിട്ടുണ്ടല്ലോ. അത് കാർഷികോൽപ്പന്നങ്ങൾ മുതൽ കൽക്കരി വരെ, ടെക്നോളജി, മറ്റ് അസംസ്കൃത വസ്തുക്കളും എല്ലാം സ്വാഭാവികമായിട്ട് ഇന്ത്യയുടെ മാർക്കറ്റ് തുറന്നു കൊടുക്കുകയാണ്. അത് ഉണ്ടാക്കുന്ന ഇമ്പാക്ട് എന്താ എന്നുള്ളത് രാജ്യത്തോട് സംസാരിച്ചതിന് ശേഷം, പാർലമെന്റേറിയന്മാരെ ബോധ്യപ്പെടുത്തിയതിനു ശേഷം ഇങ്ങനെ വിപണി തുറന്നു കൊടുത്താൽ നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക്, നമ്മുടെ കാർഷിക രംഗത്തിന് നേട്ടമാണോ കോട്ടമാകുമോ ഉണ്ടാവുക, അത് ചർച്ച ചെയ്ത് രാജ്യത്തെ ബോധ്യപ്പെടുത്തിയതിനു ശേഷം ഒന്നുമല്ലല്ലോ ഈ തീരുമാനം. അപ്പോൾ ഇതിന്റെ ഇമ്പാക്ട് എന്തെന്നുള്ളത് നമ്മൾ വരാനിരിക്കുന്ന നാളുകളിൽ അറിയാനിരിക്കുന്നതേ ഉള്ളൂ. ഇപ്പോൾ 50% നികുതി എന്ന് പറയുന്ന പിഴ ചുങ്കം ചുമത്തിയിൽ നിന്ന് രക്ഷ കിട്ടി 18% ടോട്ടൽ താരിഫ് കുറഞ്ഞിട്ടുണ്ട്. അത് ആശ്വാസകരമാണ്, ഇന്ത്യയെ സംബന്ധിച്ച് ആശ്വാസകരമാണ്. അതുകൊണ്ടാണ് ഡോളറിനെതിരെ രൂപ ശക്തി പ്രാപിച്ചത്, ഉയർന്നതും ഒക്കെ. പക്ഷേ ഒരു രാഷ്ട്രത്തിന്റെ ആത്മാഭിമാനം എന്ന് പറയുന്ന ഒരു കാര്യമില്ല. ഇങ്ങനെയാണോ ഇന്ത്യ ട്രീറ്റ് ചെയ്യേണ്ടത്? ഇന്ത്യ EU ട്രേഡ് ഡീൽ ഉണ്ടായതിന് സമാനമായ വിധത്തിൽ രണ്ട് കൂട്ടർക്കും തുല്യ പങ്കാളിത്തമുള്ള, രണ്ട് കൂട്ടരുടെ അന്തസ്സ് സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു ഡീൽ ഉണ്ടാക്കാൻ എന്തുകൊണ്ട് കഴിഞ്ഞില്ല? അമേരിക്കൻ പ്രസിഡന്റ് ആണോ ഇന്ത്യ ഇനി റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങില്ല എന്ന് പ്രഖ്യാപിക്കേണ്ട ആളെന്നൊരു പ്രശ്നം ഇവിടെ ഉണ്ട്. ഞങ്ങൾക്ക് ഇന്ത്യ ഇന്ന കൺസെഷൻസ് നൽകുന്നു. ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന ലോകത്തിൽ സൂപ്പർ പോലീസ് ചമയുന്ന ഒരാൾ, ഞാനാണ് ഇതൊക്കെ തീരുമാനിക്കുന്നത്, ഇന്ത്യയുടെ കാര്യവും ഞാൻ തീരുമാനിക്കുമെന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ കാര്യം നിങ്ങൾ തീരുമാനിക്കേണ്ട, ഇന്ത്യയുടെ കാര്യം തീരുമാനിക്കാൻ ഇന്ത്യയിലെ ജനങ്ങൾ തെരഞ്ഞെടുത്ത ഒരു ഭരണകൂടമുണ്ട് എന്ന് പറയാൻ കഴിയാത്ത ആർജവമില്ലായ്മ. അതായത് നിമിഷങ്ങൾക്ക് നേരം വന്ന പ്രധാനമന്ത്രിയുടെ മറുപടി, കാരണം 2 മണിക്കൂർ എടുത്തു, ആ വന്ന മറുപടി അപക്വമായിരുന്നു. അല്ല, ഒന്ന് ഈ ട്രേഡ് ഡീലിനെ സംബന്ധിച്ചുള്ള കൺഫർമേഷൻ പ്രധാനമന്ത്രി നൽകിയില്ല എന്ന് മാത്രമല്ല, അങ്ങനെയല്ലല്ലോ ഇത് അനൗൺസ് ചെയ്യേണ്ടത്. ഇന്നലെ എന്താണ് പീയൂഷ് ഗോയൽ അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്? അപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് പറയുന്ന കാര്യങ്ങളെ നിങ്ങൾ വിശ്വസിക്കൂ എന്ന നിലയിലേക്ക് ഇന്ത്യ സർക്കാരിന് ഇന്ത്യയിലെ ജനങ്ങളോട് ഉത്തരവാദിത്വമില്ലേ? പാർലമെന്റ് സെഷനിലല്ലേ, പാർലമെന്റിലുള്ള ഇന്ത്യയിലെ ജനങ്ങൾ തെരഞ്ഞെടുത്ത ജനപ്രതിനിധികളോട് എന്ത് കാര്യമാണ് ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന് പറയാനുള്ളത്? ഇത് ആശ്ചര്യജനകമാണ്. ഇന്ത്യയുടെ വിദേശ നയം ഇതുപോലെ ദുർബലമാകുന്ന ഒരവസ്ഥയിലേക്ക്, അമേരിക്കയുടെ ഒരു സാമന്ത രാഷ്ട്രമായി ഇന്ത്യയെ തരം ഈ വിദേശ നയം ഈ രാജ്യത്തിന്റെ ഇന്നേ വരെയുള്ള ചരിത്രത്തിൽ വന്നിട്ടുള്ള ഒരു കളങ്കമായിട്ട് നമ്മൾ കാണേണ്ടി വരും. തീർച്ചയായും. അപ്പോൾ പ്രതിപക്ഷത്തിന്റെ കേവല രാഷ്ട്രീയ പ്രചരണം എന്നല്ല, ഈ ഉന്നയിക്കുന്ന വിഷയങ്ങൾ യുക്തിഭദ്രമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. അപ്പോൾ പ്രധാനമന്ത്രി ഇനി ഈ നന്ദിപ്രമേയ ചർച്ചയിൽ മറുപടി നൽകിക്കൊണ്ടുള്ള പ്രസംഗത്തിൽ എന്ത് ക്ലാരിറ്റി ഈ വിഷയത്തിൽ വരുത്തുമെന്ന് നമുക്ക് അറിയാൻ കൗതുകമുണ്ട്.